ആര്യന്മാരല്ലാത്തവരെല്ലാം നശിപ്പിച്ച് പുതിയ ലോക വ്യവസ്ഥ സൃഷ്ടിക്കാൻ അഡോൾഫ് ഹിറ്റ്ലർ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ചരിത്രത്തിൽ ഏറ്റവും പരാജയപ്പെട്ട അതിക്രൂരനായ ഭരണാധികാരികളിൽ ഒരാളായി മാറി. അതും പരാജയമായിരുന്നു. പക്ഷേ സാങ്കേതികമായി ജർമ്മനി ഉന്നതമായ നിലയിൽ എത്തേണ്ടതായിരുന്നു. ദൈവവും മതങ്ങളും ഇല്ലാത്ത, മുതലാളിമാരില്ലാത്ത ഒരു ഭരണകൂടത്തെ കൊണ്ടുവന്ന് നവലോകം സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ് യഹൂദനായ കാൾ മാർക്സ്. അവിടെയും പരാജയമായി. ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ കമ്മ്യൂണിസം തികഞ്ഞ പരാജയമാണ്. അനവധി പേർ യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും ഇന്ത്യയിൽ, കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്നു. ചുരുക്കം പേരിന് വേണ്ടി ഇപ്പം ഉണ്ടെങ്കിലും പ്രത്യയശാസ്ത്രം പരാജയമാണ്. അവർ എന്താണോ മുൻപിൽ വെച്ചത് അത് അവർ തന്നെ പരാജയപ്പെടുത്തി തികഞ്ഞ പരാജയമായി മാറി. എന്നാൽ ലോക ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലെ പുതിയ വാഗ്ദാനങ്ങളുമായി വന്ന പല മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. പക്ഷേ ഇവരൊക്കെ പരാജയപ്പെടാൻ കാരണം അവർ മുന്നോട്ട് വെച്ച തത്വസംഹിതകൾക്കനുസൃതമായി പ്രവർത്തിച്ചു കാണിക്കാൻ പിൻഗാമികൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. എത്ര അതിക്രൂരന്മാരായ ഫിലിപ്പീൻസിലും ഹംഗറിയിലും തായ്ലൻഡിലും മറ്റ് പല രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കയിലൊക്കെയും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. നവലോകം സൃഷ്ടിക്കാനിറങ്ങിയവർ അവർ ആരംഭകാലത്തെ ശൂരത്വം പിന്നീട് പരാജയപ്പെട്ടുപോയി. അങ്ങനെ ലോക ചരിത്രത്തിൽ അത് ഇരുളടഞ്ഞ അധ്യായമായി മാറി. കാൾ മാർക്സ് യഹൂദനാണ്. പക്ഷേ തത്വശാസ്ത്രപരമായി അദ്ദേഹം എടുത്തത് വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലന്മാരുടെ പുസ്തകങ്ങളിൽ 5-ാം അധ്യായത്തിൽ അവ സകലതും പൊതുവക എന്ന് എണ്ണി എന്ന വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് കാൾ മാർക്സിൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ തിയറി ഉണ്ടാകുന്നത്. എന്നാൽ അവർ പിന്നീട് ഇതിനെല്ലാം എതിരായിത്തീർന്നു. അവർ സമ്പന്നരാകുകയും തൊഴിലാളികളുടെ പാർട്ടിക്ക് വേണ്ടി, ദരിദ്രന്മാരുടെ ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ചവർ, അവർ നേതാക്കന്മാർ, നിലക്കടല വിറ്റവരൊക്കെ കോടീശ്വരന്മാരും, കാളവണ്ടിയെ സഞ്ചരിക്കാൻ പോലും സാമ്പത്തികമില്ലാത്തവർ ബെൻസിലും സഞ്ചരിച്ചു. അമേരിക്ക ബൂർസാർസിയ എന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റുമാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവരെ ഗോ ബാക്ക് പറഞ്ഞവരൊക്കെ ഇവിടുന്ന് ചികിത്സയ്ക്ക് വേണ്ടി പോയി. ഇരുമ്പ് കസേരയിൽ ഇരുന്നവരൊക്കെ നമ്മൾ കണ്ടു, ലോകവും കണ്ടു. മനസ്സിലാക്കുക.